നമസ്കാരം. PMCയിൽ ഒപ്പിട്ടത് ന്യായീകരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കേന്ദ്ര പദ്ധതികൾ അതിന് കിട്ടിയ തുക അതിവിടെ നടപ്പാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അഭിമാനപൂർവ്വം പറയുന്നത് കേട്ടു. അപ്പോഴാണ് മനസ്സിലായത് ഇത്ര അധികം പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ടെന്നും അതൊന്നും ഞങ്ങൾ നടപ്പാക്കുന്നില്ല, ഞങ്ങൾക്ക് പണവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ലെന്നും. അദ്ദേഹം PMCയിൽ ഒപ്പിട്ടത് ന്യായീകരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ അതിലൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ 10-20 പദ്ധതികളുടെ പേരും അതിലൂടെ കിട്ടിയ പണവും വെളിപ്പെട്ടു. അങ്ങനെ PMCയെ പറ്റി ഒരു വിവാദമൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നീട് അതിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, ഇവിടെ വേറെയും ഒരുപാട് കേന്ദ്ര പദ്ധതികൾ ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നുണ്ടോ ഉണ്ടല്ലോ എന്ന്. എന്നിട്ട് അതിൻ്റെയൊക്കെ പേരും പറഞ്ഞു. സത്യത്തിൽ ഇത് അന്തംഗമ്മകൾക്കൊക്കെ നേരത്തെ അറിയാമെന്ന് തോന്നുന്നു, പക്ഷെ അവർ പുറത്ത് പറഞ്ഞിട്ടില്ല. അവർ പുറത്ത് പറയാത്തതുകൊണ്ട് അവരെ വിശ്വസിക്കുന്ന, അതായത് ദേശാഭിമാനിയും കൈരളിയൊക്കെ കാണുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ മന്ത്രി പറയുന്ന കാര്യങ്ങൾ കൈരളി കാണിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേരെങ്കിലും അറിഞ്ഞു സത്യം. എത്രയെത്ര കേന്ദ്ര പദ്ധതികളാണ് ഇവിടെ ഇതിനകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. ചിലതൊക്കെ നമുക്കൊരല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, പേര് നോക്കിയാൽ മതി. അതായത് ഉദാഹരണത്തിന് ജൽ ജീവൻ പദ്ധതി എന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് പിടികിട്ടും ഇതെന്തായാലും കേരളത്തിൻ്റെ പദ്ധതിയല്ല. കേരളത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ജലജീവൻ പദ്ധതി എന്നേ എടുത്തുള്ളൂ, നല്ല മലയാളത്തിൽ എടുത്തുള്ളൂ. ഇത് ജൽ ജീവൻ പദ്ധതി എന്നാണ്. അപ്പോൾ ഈ കേന്ദ്ര പദ്ധതികൾക്കൊക്കെ ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. ഒരു ഹിന്ദിയുടെയോ അല്ലെങ്കിൽ ഒരു സംസ്കൃതത്തിൻ്റെയൊക്കെ ഒരു പേര് കേൾക്കുമ്പോൾ ഇത് ഹിന്ദിയാണോ സംസ്കൃതമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഇത്തരം പേരാണെങ്കിൽ ഉറപ്പിക്കാം അത് കേന്ദ്ര പദ്ധതിയായിരിക്കും. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് ഇവിടെ. ഇപ്പോൾ അമൃതം പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, അതും കേന്ദ്രത്തിൻ്റെ പദ്ധതി. ഇനി എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ, വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വകുപ്പാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണെങ്കിലും ശരി, അവിടങ്ങളിലൊക്കെ വിദ്യാലയമാവട്ടെ, അവിടെ വേണ്ട കാര്യങ്ങളാവട്ടെ, ഇതിലൊക്കെ ഒരു വിഹിതം കേന്ദ്ര വിഹിതമാണ്. കുട്ടികളുടെ ഉച്ചഭക്ഷണം, പുസ്തകം, യൂണിഫോം, അവരുടെ ബസ് വാങ്ങുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ പങ്കുണ്ട്. പക്ഷേ ഇവരിത് എല്ലാം മൂടി വെച്ചിട്ട് ഇതെല്ലാം പിണറായി വിജയനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിണറായിയുടെ സർക്കാരാണ് ചെയ്യുന്നത് എന്ന തരത്തിലാണ് ഇവർ പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ റേഷൻ കടയിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും, കൃത്യമായിട്ടും കേന്ദ്രത്തിൻ്റെതും ഒരു ബില്ലും സംസ്ഥാനത്തിന് പ്രത്യേകമായിട്ട് ബില്ല് വരെ അടിച്ചു കൊടുക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. മുമ്പ് ഇത് ഞങ്ങളാണ് തരുന്നത് എന്നാണ് പിണറായി ടീമും മെയിൻ അടിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കളവ് കേന്ദ്രം കൈയോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ ബില്ല് വരുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ടോ ഇത് മോദി തരുന്ന അരിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് ചെയ്യേണ്ടി വന്നതാണ്. കാര്യം ഒരുപാട് കള്ളത്തരങ്ങളാണ് ഇവർ കാണിക്കുന്നത്. പലതിനും പേര് മാറ്റി. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നത് ഇപ്പം മോദിക്ക് മുമ്പേയും അങ്ങനെ ഒരു പദ്ധതി അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇന്ദിരാഗാന്ധിയുടെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത് രാജ്യത്ത് ഇത്രയേറെ ആളുകൾക്കൊന്നും വീടും മറ്റുമൊന്നും അവർക്ക് അതിൻ്റെ ഉപകാരം ഉണ്ടായിട്ടില്ല. വളരെ കുറച്ചായിട്ട് പേരിന് മാത്രം ഇങ്ങനെ നടക്കുമായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ ഇന്ദിരാഗാന്ധി എന്നുള്ള പേരങ്ങ് മാറ്റിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയാക്കി. സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ കണക്കൊരു അല്പത്തരമൊന്നും കാണിച്ചിട്ടില്ല. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആരാണോ, നെഹ്റു മുതൽ മോദിക്ക് മുന്നേ ഉള്ള ആ പ്രധാനമന്ത്രിമാർ വരെ, ഒരുപക്ഷെ മൻമോഹൻ സിംഗ് ആയിരിക്കും അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടിരിക്കുന്നത്, പ്രധാനമന്ത്രിമാരുടെ പേരിലായിരുന്നു അവർ ഓരോ പദ്ധതിയും പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. വാജ്പേയിയും ചെയ്തിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ 100 കണക്കിനുണ്ട്, നെഹ്റുവിൻ്റെ പേരിലുണ്ട്, പിന്നെ രാജീവ് ഗാന്ധിയുടെ പേരിലുണ്ട്. ഇപ്പോൾ ഞാൻ കുട്ടനാട്ടുകാരനാണ്. ഞങ്ങളുടെ അവിടെ ആറിൻ്റെ തീരത്ത് ഈ കരയിൽ കല്ലുകെട്ട്, കൽക്കട്ട എന്നാണ് ഞങ്ങളതിന് പറയുന്നത്. ഈ കൽക്കട്ട് പദ്ധതിക്ക് രാജീവ് ഗാന്ധിയുടെ പേരാണ്. അതേപോലെ തന്നെ ബോട്ട് ജെട്ടികളുണ്ട്, അതിന് രാജീവ് ഗാന്ധിയുടെ പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ദിരാ വികാസ് പത്രം നമ്മൾ കേട്ടിട്ടില്ലേ. പിന്നെ ഇന്ദിരാ ഗാന്ധിയുടെ പേരിലാണ് നേരത്തെ ഈ കോളനികൾക്കൊക്കെ, ലക്ഷം വീട് കോളനിയും മറ്റുമൊക്കെ കേട്ടിട്ടില്ലേ. ഇതൊക്കെ പ്രധാനമന്ത്രിമാരുടെ പേരിലായിരുന്നു അറിയപ്പെട്ടത്. പക്ഷേ മോദി വന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോദി അദ്ദേഹത്തിൻ്റെ പേരൊന്നും അല്ല ഇടുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള പേര് കൂട്ടി PM കൂട്ടിയിട്ടാണ് ഇത് ഇടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഈ ഗ്രാമപ്രദേശമാണെങ്കിൽ അവിടെ ഈ പോക്കറ്റ് റോഡും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രധാന റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ചെറിയ ചെറിയ റോഡുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ നവീകരണമൊക്കെ നടന്നു കഴിയുമ്പോൾ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും അവിടുത്തെ MLA ആരാണോ അല്ലെങ്കിൽ MP ആരാണോ അവരെ കൊണ്ട് ഫ്ലെക്സ് ഒക്കെ കൊണ്ടുവെക്കും. ഇന്ന MLAയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതിന് പ്രകാരം അനുവദിച്ച് കിട്ടിയ ഇത്ര ലക്ഷം രൂപയുടെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച റോഡ് എന്നൊക്കെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷേ ആ ഫ്ലെക്സിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കാണാം, PMGSY എന്ന് കാണും. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന എന്നാണ് അതിൻ്റെ പേര്. അവരത് വളരെ ചെറുതായിട്ട് എഴുതത്തുള്ളൂ. പക്ഷേ ഇതിന് ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് അവരാണ്. ഇത് മോദി പോലും അല്ല തുടങ്ങിയത്, അതാണ് അതിൻ്റെ രസം. ഇത് വാജ്പേയിയുടെ കാലത്ത് 2000 തുടങ്ങിയ സംഭവമാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. അതായത് പ്രധാന റോഡുകളുമായിട്ട് ഗ്രാമപ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പദ്ധതിയാണ്. ഇത് കേന്ദ്ര പദ്ധതിയാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫണ്ട് വാങ്ങി പണി നടത്തിയതിന് ശേഷം അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ MLAമാരും MP മാരും ചെയ്യുന്ന പരിപാടിയാണ്. അവരുടെ ഫോട്ടോ അങ്ങ് വെച്ചിട്ട് ഫ്ലെക്സ് അങ്ങ് വെക്കും. ഈ ചെറുതായിട്ടായിരിക്കും ഈ PMGSY എന്നെഴുതുന്നത്. അതുപോലെ നൂറുകണക്കിന് പദ്ധതികളുണ്ട്. ഇതൊക്കെ ഇതുപോലെ എന്തെങ്കിലും വിവാദം വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് അബദ്ധത്തിൽ പറഞ്ഞു പോവേണ്ടി വരുന്നത്. കാരണം അവർ ചെയ്ത കാര്യം ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ അത്
BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഗുണമാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജൻ ഔഷധി എന്ന് പറയുന്ന സംഗതി ഇത് മോദിയിൽ നിന്നും തുടങ്ങിയതല്ല, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയേറെ ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടില്ല. അന്ന് ഈ പറയുന്ന പോലെ പേരിന് കുറച്ച് സിറ്റികളിലും മറ്റും ഉണ്ടായിരുന്നു. ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ നമുക്ക് ഏത് സിറ്റി ഏത് നഗരത്തിൽ പോയാലും കാണും, ഗ്രാമപ്രദേശങ്ങളിൽ വരെ കാണും ഈ ജനൌഷധി സ്റ്റോറുകൾ. അന്ന് അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഫണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം ആ ഫണ്ട് എടുത്ത് വിനിയോഗിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഗ്രാമാന്തരങ്ങളിൽ നമുക്ക് ഈ സംഗതി കാണാൻ പറ്റുന്നത്. മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ല, അല്ലാതെ മോദി കൊണ്ടുവന്നൊന്നുമല്ല. പക്ഷേ ഇത് കേന്ദ്ര പദ്ധതിയാണ്, കേന്ദ്രത്തിൻ്റെ പണമാണ്. ഇങ്ങനെ കേന്ദ്രം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മുൻകാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് പൊതിഞ്ഞു പിടിച്ച് വേറെ പേരൊക്കെ ഇട്ടാണ് ഇവർ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിക്കൊണ്ടിരുന്നത്. റേഷൻ പോലും കൊടുക്കുന്നത് പിണറായിയാണ് എന്ന ധാരണയിലാണ് ചിലർ കൊണ്ട് ഫ്ലെക്സ് വെക്കുന്നത്. അന്നം തരുന്നവൻ ആരോ അവൻ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായിയുടെ ഫോട്ടോയാണ്. പിണറായിക്ക് എന്ത് റോളാണുള്ളത് റേഷനിൽ? നമുക്കറിയാം, നമുക്ക് റേഷൻ കിട്ടുന്ന അരിയൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരിയേ അല്ലെന്ന് നമുക്കറിയാം. ഇത് അവരാണ് കൊടുക്കുന്നത്. മുൻപ് മറ്റൊരു തട്ടിപ്പ്, അത് ഉമ്മൻചാണ്ടിയുടെ സമയത്താണ്. ഇപ്പം ആൾ മരിച്ചു പോയി, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉദാഹരണത്തിന് അന്നത്തെ വില ഏതാണ്ട് 25 രൂപ എന്തോ ആണ് അരിക്ക്. ഇതിൽ നാമമാത്രമായിട്ട് ഒരു 2 രൂപ ചാർജ് ചെയ്തിട്ട് ഓരോ കിലോ അരി വെച്ച്, അതായത് ഒരു കിലോയ്ക്ക് 2 രൂപ ചാർജ് വെച്ചിട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കും, എല്ലാ സംസ്ഥാനങ്ങൾക്കും. ഉമ്മൻചാണ്ടിയാണെന്ന് തോന്നുന്നു അതെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉമ്മൻചാണ്ടി 1 രൂപയുടെ കുറച്ചിട്ട് 1 രൂപയ്ക്ക് അരി കൊടുത്തു. നോർത്ത് നോക്കൂ, അവർ 24 നിന്ന് 22 രൂപ കുറച്ചിട്ട് 2 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. അതായത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ പേരിനൊരു തുക ഇടുന്നതാണ്. പക്ഷേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 രൂപ, അതായത് വാങ്ങുന്ന ആൾ 2 രൂപ കൊടുക്കേണ്ടതിന് പകരം ഉമ്മൻചാണ്ടി 1 രൂപ കട്ട് ചെയ്തു. അവസാനം ആര് കൊണ്ടുപോയി ക്രെഡിറ്റ്? ഉമ്മൻചാണ്ടി 1 രൂപയ്ക്ക് അരി കൊടുത്തു എന്ന രീതിയിലായി. ഇത് തന്നെ പിണറായി വന്നു കഴിഞ്ഞപ്പം 1 രൂപയും കൂടെ വലിച്ചിട്ട് ഫ്രീ ആയിട്ടായി. യഥാർത്ഥത്തിൽ ആരാണ് ആ സാധനം കൊടുക്കുന്നത്? അരി യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് കേന്ദ്രമാണ്. അവർ ഇതിൻ്റെ 99% തുകയും വെട്ടിക്കുറച്ചിട്ട് കൊടുക്കുന്ന സാധനം അവസാനത്തെ 1-2 രൂപ മാത്രം പിൻവലിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഇവർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എത്രയോ കാലമായിട്ട്. ഇപ്പോൾ പിന്നെ നമുക്കറിയാം, അവിടെ ഈ തമ്പ് വെച്ചാലേ നമുക്ക് ഇപ്പോൾ റേഷൻ കടയിലൊക്കെ അരി കിട്ടൂ. ബില്ലുണ്ട്, ആ ബില്ല് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പേര് വരുന്ന ബില്ലാണ്. അതുകൊണ്ട് അത് വായിക്കാൻ അറിയാവുന്നവർക്ക് ഇപ്പോൾ അറിയാം ഇപ്പോൾ ആരാണ് അരി തരുന്നത്. എന്നാലും ദേശാഭിമാനിയും കൈരളിയൊക്കെ വായിക്കുന്നവർ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ കൊടുക്കുന്നത് പച്ചരി ദൈവമായിട്ടുള്ള പിണറായി വിജയനാണെന്നാണ്. പക്ഷേ എന്താ പറയുക, 2025 എല്ലാവരുടെ കയ്യിലും വിവര സാങ്കേതിക വിദ്യ നല്ല പുഷ്കല കാലമാണ്. മൊബൈലുണ്ട്, കാര്യങ്ങൾ അറിയാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ പതുക്കെ ആളുകൾ കൂടുതൽ അറിഞ്ഞു വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ശിവൻകുട്ടിയെ പോലുള്ളവർ അബദ്ധത്തിലാണെങ്കിലും ഇതുപോലുള്ള സത്യമൊക്കെ വിളിച്ചു പറയുന്നു. അത് വിനു വി ജോണിനെ പോലുള്ളവർ മാധ്യമങ്ങളോട് പറയുന്നു. അപ്പോഴാണ് ഇത്രമാത്രം ഇവിടെ കേന്ദ്ര പദ്ധതികൾ നിലവിൽ നടക്കുന്നുണ്ടോ എന്നറിയുന്നത്. ഇതൊക്കെ പേരുമാറ്റിയാണ് ഇവർ കൊടുക്കുന്നത്. പേരുമാറ്റി അവരുടെ ആണ് എന്ന തരത്തിലാണ്. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ജൽജീവൻ പദ്ധതി പിണറായിയാണ് ചെയ്യുന്നത് എന്ന തരത്തിൽ പോലും പറയുന്നവരുണ്ട്. അതിൻ്റെ പേരെങ്കിലും കേട്ടാൽ മനസ്സിലാക്കണം അത് കേന്ദ്രത്തിൻ്റെയാണ്, അല്ലാതെ കേരളത്തിൻ്റെ അല്ലെന്ന്. കേരളമാണെങ്കിൽ അത് ജലജീവൻ എന്ന് കൊടുക്കത്തുള്ളൂ, വരത്തില്ല, ഇട്ടോ കൊടുക്കത്തുള്ളൂ. പകരം ജൽജീവൻ പദ്ധതി എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അമൃത് പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും പിണറായി സർക്കാരൊന്നും ഒരു പരിപാടി തുടങ്ങില്ല. അതൊക്കെ കേന്ദ്രമായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേറെ ചില കാര്യങ്ങളാണ്, അത് വീട് പോലുള്ള കാര്യങ്ങൾ വരുന്നപ്പോഴാണ് അവർ പേര് നൈസായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ലൈഫ് പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരുന്നത്. എന്നിട്ട് അവർ അത് മെയിനിൽ നടിക്കുന്നത് കേന്ദ്രം അത്രയല്ലേ തരുന്നുള്ളൂ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമല്ലേ കൂടുതൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് CPM മാത്രം ഭരിക്കുന്നതല്ലല്ലോ. അവിടെ BJP ഭരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. അതാണല്ലോ ഈ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന സാധനം. അപ്പോൾ 3 സംവിധാനങ്ങൾ ചേർന്നു, കേന്ദ്രം, സംസ്ഥാനം, ഈ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ PMAY എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ആവാസ് യോജന. അത് ആരാണത് തുടങ്ങി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേന്ദ്രമാണ്. അത് മോദി പോലുമല്ല, മോദിക്ക് മുമ്പും ഉണ്ട് അവിടെ. അതിൻ്റെയാണ് എത്രയോ കാലമായിട്ട് ഇവർ ക്രെഡിറ്റ് അടിച്ച് മാറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ എത്ര കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കൂ. നിങ്ങളുടെ അവിടുത്തെ ചെറിയ പോക്കറ്റ് റോഡുകൾ, പഞ്ചായത്തിലെ ചെറിയ റോഡുകൾ, അത് പ്രധാന മെയിൻ റോഡിലോട്ട് ബന്ധിപ്പിക്കുന്ന റോഡുകൾ, അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലൊക്കെ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിരിക്കും ഓരോ MLA-മാരും MP-മാരും. അവരാണിത് ഈ പണം വാങ്ങി എടുത്ത് ഇത് നടത്തി എന്ന തരത്തിൽ. ഈ പണം കേന്ദ്രത്തിൻ്റെ പണമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന എന്നാണ് അതിൻ്റെ പേര്. പിന്നീട് മറ്റൊരു കാര്യം പറയാം, നമുക്കറിയാലോ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റ് ഉണ്ടല്ലോ, കോൺക്രീറ്റ് പോസ്റ്റ്, അതിൽ കുറച്ച് എഴുത്തുണ്ട്, ഇംഗ്ലീഷിലുള്ള ഷോർട്ട് ഫോമാണ്. അതും കേന്ദ്ര പദ്ധതിയിൽ പെട്ട ഒരു സംഗതിയാണ്. പക്ഷേ സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാവില്ല. ഇവന്മാരതിൻ്റെ ഷോർട്ട് ഫോം മാത്രമേ എഴുതി വെക്കത്തുള്ളൂ. എങ്ങനെ എന്തൊക്കെ തട്ടിപ്പ് ഉടായ്പ നടത്തിയിട്ടാണെന്ന് അറിയാമോ? ഈ പിണറായി ആവട്ടെ, അതിന് മുമ്പുള്ള സംസ്ഥാന സർക്കാരുകളൊക്കെ ആവട്ടെ, കേന്ദ്രം കൊടുക്കുന്ന ആ പദ്ധതി, അതായത് കേന്ദ്രം കോൺഗ്രസും ഇവിടെയും കോൺഗ്രസ് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരത് കേന്ദ്രത്തിൻ്റെ ആണ് എന്ന് പറഞ്ഞ് തന്നെ അവതരിപ്പിക്കും. മറിച്ച് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലാത്തൊരു സർക്കാരും ഇവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ ആണെങ്കിൽ മാത്രമാണ് ഇവർ ഈ ഉടായ്പ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് പതുക്കെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്.